2025 ആരംഭിച്ചതിന് ശേഷം 52 ആഴ്ചയിലെ താഴ്ചയിലേക്ക് ഇടിഞ്ഞ ഓഹരികൾ. എന്നാൽ ഇടിവിന്റെ കാലം കഴിഞ്ഞു എന്നും വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വരുമെന്നും പ്രതീക്ഷിക്കുന്ന കുറച്ച് ഓഹരികൾ. എലാറ സെക്യൂരിറ്റീസ്, എംകെ ഗ്ലോബൽ എന്നീ ബ്രോക്കറേജുകളാണ് ഓഹരികൾക്ക് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ ബ്രോക്കറേജുകൾ നിർദ്ദേശിക്കുന്ന ഇത്തരം 5 ഓഹരികളെ പരിചയപ്പെടാം. ശക്തമായ ഫണ്ടമെന്റൽസ്, മികച്ച പാദഫലം എന്നിവ കണക്കിലെടുത്ത് അടുത്ത ഒരു വർഷ കാലയളവിനുള്ളിൽ നൽകുന്ന ടാർഗറ്റ് വിലയും മനസ്സിലാക്കാം. ഹ്രസ്വകാല നിക്ഷേപകർക്കും ദീർഘകാല നിക്ഷേപകർക്കും ഓഹരികൾ പരിഗണിക്കാവുന്നതാണ്. KEA ഇൻഡസ്ട്രീസ് ആണ് അതിലൊരു കമ്പനി. എലാറ സെക്യൂരിറ്റീസ് ആണ് ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നത്. ഏപ്രിൽ 7-നാണ് 52 ആഴ്ചയിലെ താഴ്ന്ന നിലയായ 2424 രൂപയിലേക്ക് ഓഹരി ഇടിഞ്ഞത്. ജനുവരി തൊട്ട് തുടർച്ചയായ 3 മാസം കനത്ത ഇടിവ് ഓഹരി നേരിട്ടു. ഫെബ്രുവരിയിൽ ഓഹരി 24% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഏപ്രിൽ മാസത്തിൽ ഇടിവിന് ശേഷം ഓഹരിയിൽ ഒരു റിക്കവറി കാണുന്നുണ്ട്. ഈ മാസം ഇതുവരെ പോസിറ്റീവ് റിട്ടേൺ നൽകാൻ ഓഹരിക്ക് കഴിഞ്ഞു. ഓഹരി 3775 രൂപയിലേക്ക് കുതിക്കുമെന്നാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഓഹരി 3350 രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത്. 4ാം പാദ ഫലം വന്നപ്പോൾ മികച്ച വരുമാന വർധനവ് കമ്പനിക്കുണ്ടായിട്ടുണ്ട്. ലാഭം 35% വർദ്ധിച്ചത്. വരുമാനം 25% ഉയർന്നു. കോൾ ഇന്ത്യ ആണ് മറ്റൊരു ഓഹരി. ഓഹരിക്കും എലാറ സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകളാണ് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത്. 462 രൂപയാണ് നൽകുന്ന ടാർഗറ്റ് വില. ഫെബ്രുവരിയിലാണ് ഓഹരി 349 രൂപയിലേക്ക് ഇടിഞ്ഞത്. 2023 സെപ്റ്റംബർ മുതൽ ശക്തമായി കുതിച്ച ഓഹരി ഓഗസ്റ്റ് 2024-ൽ 543 രൂപ വരെ എത്തി. അവിടെ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ട ഓഹരി 5 മാസം ഇടിവിൽ തുടർന്നു. ഈ വർഷം ഇതുവരെ ഓഹരിയിൽ ഈ ഇടിവിൽ കുറവ് വന്നതായി കാണാം. 395 രൂപയ്ക്ക് മുകളിലേക്ക് ഓഹരി ഇപ്പോൾ കുതിച്ചിട്ടുണ്ട്. അനലിസ്റ്റുകളുടെ പ്രതീക്ഷയേക്കാൾ ഉയർന്ന ലാഭം കോൾ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. വളരെ മികച്ച പാദഫലങ്ങളാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. കോൾ ഇന്ത്യ 5 രൂപയുടെ ഡിവിഡൻഡും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് കഴിഞ്ഞ സാമ്പത്തിക വർഷം 20 രൂപ 50 പൈസ ലാഭവിഹിതം നൽകിയിട്ടുണ്ട്. ഈ വർഷം മാർച്ചിൽ 52 ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞ ഓഹരിയാണ് ബാങ്ക് ഓഫ് ബറോഡ. ജൂണിൽ 299 രൂപ വരെ കുതിച്ച ഓഹരിയിൽ പിന്നീട് വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടു. എങ്കിലും മാർച്ചിൽ ഓഹരി 16% പോസിറ്റീവ് റിട്ടേൺ നൽകിയതായി കാണാം. ഏപ്രിൽ മാസത്തിലും 10% മുന്നേറിയിട്ടുണ്ട്. ഓഹരിക്ക് ഇപ്പോൾ എലാറ സെക്യൂരിറ്റീസ് നൽകുന്ന ടാർഗറ്റ് വില 280 രൂപയാണ്. നിലവിൽ ഓഹരി 230 രൂപ റേഞ്ചിലാണ് തുടരുന്നത്. ബാങ്ക് ഓഫ് ബറോഡയുടെ ലാഭം 3% വർദ്ധിച്ചത്. എന്നാൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 7% കുറയുകയും ചെയ്തിട്ടുണ്ട്. 8 രൂപ 35 പൈസ ഡിവിഡൻഡായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 6-നാണ് റെക്കോർഡ് ഡേറ്റ്. ഇനി എംകെ ഗ്ലോബൽ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഓഹരികൾ നോക്കാം. ലാർസൻ ആൻഡ് ട്യൂബ്രോ ആണ് അതിലൊന്ന്. ബൈ ശുപാർശ നൽകിയെങ്കിലും ഓഹരിക്ക് മുൻപ് നൽകിയ ടാർഗറ്റ് വിലയിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. 4000 രൂപയാണ് ഇപ്പോൾ നൽകുന്ന ടാർഗറ്റ് വില. ഓഹരിയും ഏപ്രിലാണ് 52 ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് എത്തിയത്. 2965 രൂപയിലേക്കാണ് ഇടിഞ്ഞത്. നിലവിൽ 3500 രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത്. ഈ മാസം ഇതുവരെ പോസിറ്റീവ് റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചു. അനലിസ്റ്റുകളുടെ അനുമാനങ്ങൾ കടത്തി വെട്ടുന്ന റിസൾട്ടുകളായിരുന്നു കമ്പനിയുടേതും. ലാഭം 25% വർദ്ധിച്ചത്. വരുമാനം 11% ഉയർന്നിട്ടുണ്ട്. 34 രൂപയാണ് കമ്പനി ഫൈനൽ ഡിവിഡൻഡായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആരതി ഇൻഡസ്ട്രീസ് ആണ് മറ്റൊരു ഓഹരി. ഓഹരിക്ക് 500 രൂപയാണ് നൽകുന്ന ടാർഗറ്റ് വില. 460 രൂപയുടെ മുകളിലാണ് ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത്. 2024 ഓഗസ്റ്റിന് ശേഷം തുടർച്ചയായി 4 മാസം ഓഹരി ഇടിഞ്ഞിരുന്നു. ഫെബ്രുവരിയിലും 16% നഷ്ടമാണ് ഓഹരിയിൽ പ്രകടമായത്. ഏപ്രിൽ മാസത്തിൽ ഇടിഞ്ഞെങ്കിലും 8%-നടുത്ത് പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. നിലവിൽ ഓഹരിയിൽ ഒരു മുന്നേറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വോളിയം വർദ്ധിച്ചതിനെ തുടർന്ന് ആരതി ഇൻഡസ്ട്രീസിന്റെ ലാഭം 4ാം പാദത്തിൽ ശക്തമായി വർദ്ധിച്ചിരുന്നു. വരുമാനവും വാർഷികാടിസ്ഥാനത്തിൽ 13% ഉയർന്നത്. 1 രൂപയാണ് കമ്പനി നൽകുന്ന ഡിവിഡൻഡ്.